CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയന് രൂക്ഷ വിമർശനം. ഇത്തവണ പിണറായി മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെ എന്ന് പ്രതിനിധികൾ. KK ശൈലജയെ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ച് ജനങ്ങളെ പുച്ഛിച്ചു. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിന്റെ മണ്ടത്തരമെന്നും വിമർശനമുണ്ട്. പിണറായി വിരുദ്ധ വികാരം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി പ്രാദേശിക നേതാക്കളും ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കളും പറയുകയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ അത് പറയാനുള്ള അനുവാദം ഇപ്പോൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതിൽ കൃത്യമായി പറയുന്നത് പിണറായി വിജയൻ ഇത്തവണ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഇതായിരിക്കുമായിരുന്നില്ല കേരളത്തിന്റെ ഫലം. CPM-ന് ഇത്രത്തോളം വലിയൊരു തിരിച്ചടി ഉണ്ടാകില്ല എന്നുള്ളൊരു തുറന്നു പറച്ചിലേക്കാണ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പോകുന്നത്. അതോടൊപ്പം തന്നെ സീറ്റ് പിടിച്ചെടുക്കാൻ എന്ന പേരിൽ KK ശൈലജയെ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ച് ജനങ്ങളെ പുച്ഛിക്കുന്ന സമീപനമാണ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പിണറായി വിജയന് മാത്രമായിരുന്നു KK ശൈലജയെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം എന്ന നിലപാട് എടുത്തത്. പിടിച്ചെടുക്കാനുള്ള സീറ്റിൽ മത്സരിച്ചു ധീരത കാട്ടേണ്ടത് KK ശൈലജയായിരുന്നില്ല, അത്തരത്തിലുള്ളൊരു ധീരത കാട്ടേണ്ടത് പിണറായി വിജയനായിരുന്നു എന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ പ്രവർത്തകർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന് ജില്ലാ കമ്മിറ്റിയിൽ തന്നെ വിമർശനം ഉണ്ടാകുന്നു. ഏരിയ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ തുറന്നു പറച്ചിൽ നടത്തിയിട്ടുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഓരോ നയമാണ്. ഇഷ്ടമുള്ളവരെ മത്സരിപ്പിക്കാൻ ഒരു നയം, ഇഷ്ടമില്ലാത്തവരെ മാറ്റി നിർത്താൻ മറ്റൊരു നയം. ഇങ്ങനെ ഒരു നയം രൂപീകരിക്കുന്നു. അതായത് പാർട്ടി പ്രായത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു, പക്ഷേ ചിലരുടെ കാര്യത്തിൽ അതുണ്ടാകുന്നില്ല. 2 തവണ മത്സരിച്ചില്ലെങ്കിൽ 3 തവണ ജയിച്ചവരെ മാറ്റി നിർത്തണം എന്നൊരു അഭിപ്രായം ഒരു ഭാഗത്തെടുക്കുന്നു. പക്ഷേ ചിലർക്കാവട്ടെ അതിൽ വിട്ടുവീഴ്ചകൾ നൽകുന്നു, മറ്റു ചിലരെ മാറ്റി നിർത്തുന്നു. ഇങ്ങനെ തനിക്ക് സ്വന്തമായി അല്ലെങ്കിൽ തന്റെ സ്വന്തം ആളുകളെ മത്സരിപ്പിക്കാനുള്ള ന്യായീകരണങ്ങൾ പിണറായി വിജയൻ കണ്ടെത്തുന്നു. ഇഷ്ടമില്ലാത്തവരെ മാറ്റി നിർത്തുന്നു എന്നൊരു വിമർശനം കൂടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയുടെ ചില നിലപാടുകൾക്കെതിരെയും ചില കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ നിലപാടുകൾക്കെതിരെയും ഒക്കെ വിമർശനം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലുണ്ട്. പ്രത്യേകിച്ച് സതീദേവി ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. സതീദേവി ഉൾപ്പെടെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോലും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ എളമരം കരീം ഉൾപ്പെടെയുള്ള കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇറങ്ങുന്നതല്ലാതെ പാർട്ടിയുടെ ഒരു പ്രവർത്തനത്തിലും എളമരം കരീം ഉൾപ്പെടെയുള്ളവർ പാർട്ടിയുടെ ഭാഗമാവുന്നില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അടിമുടി CPM-ന്റെ വിമർശനം ഉണ്ടാകുന്നു. അതിൽ പിണറായി വിജയനെ തന്നെ വിമർശിക്കാൻ പ്രവർത്തകരും നേതാക്കളും തയ്യാറാകുന്നു.